السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ യാസീൻ 12-ാം ഭാഗമാണ്. 56 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് പരിശോധിക്കുന്നത്. ആദ്യം ആയത്തുകളൊന്ന് ഓതി നോക്കാം. അതിനുശേഷം നമ്മൾക്ക് ഓരോ ആയത്തുകളും അക്ഷരങ്ങളുടെ ഉച്ചാരണവും തജ്വീദ് നിയമങ്ങളും പരിശോധിക്കാം. بسم الله الرحمن الرحيم. وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. هذه جهنم التي كنتم توعدون. اصلوها اليوم بما كنتم تكفرون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. وأن اعبدوني هذا صراط مستقيم. ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. തൊണ്ടയുടെ താഴ്ഭാഗമാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. രണ്ട് ചുണ്ടിൽ നിന്നുമാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്താണ്. സിറാത്തും മുസ്തഖീം. നാവിൻ്റെ കൂർത്ത അറ്റത്തിൻ്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അത് ഒരിക്കലും എന്നുള്ള മലയാളത്തിലുള്ള ഉച്ചാരണമല്ല. അത്തരത്തിൽ നിങ്ങൾ ഉച്ചരിച്ചാൽ അവിടെ നിങ്ങൾ ഉച്ചരിക്കുന്നത് സായും വായും ചേർന്നുള്ളൊരു ശബ്ദമാണ്. അവിടെ നിങ്ങൾ തെറ്റായ 2 അക്ഷരങ്ങളായിരിക്കും ഉച്ചരിക്കുക. പകരം എന്ന് കൃത്യമായി ഉച്ചരിച്ചു പഠിക്കണം. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ സ്പർശിക്കുകയും നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അവിടെയും ഒരിക്കലും എന്നുള്ള ഉച്ചാരണമല്ല, മറിച്ച് എന്താണ് എന്ന് തന്നെ ഉച്ചരിക്കണം. ഇത്തരത്തിൽ നിങ്ങൾ ഉച്ചരിച്ചാൽ ഈ 2 അക്ഷരങ്ങൾ ചേരുന്ന ഒരു ഉച്ചാരണമായിരിക്കും നിങ്ങൾ ഉച്ചരിക്കുക. അതുകൊണ്ട് ഈ 2 അക്ഷരങ്ങളും ശരിയായി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുസ്തഖീം. 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിൻ്റെ കൂർത്ത അറ്റത്തിൻ്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും.
നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന് മുരട്ടിലാണ്. മുരട്ടിൽ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിൽ ഒന്ന് സ്പർശിക്കും. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഇവിടെ തജ്വീദ് നിയമങ്ങൾ വഅനിഅ്ബുദൂനി വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. ഇവിടെ തെൻവീനു ശേഷം വന്നു. അതിന് ഇദ്ഗാമുൻ ബിഗുന്ന എന്നാണ് പറയുന്നത്. നമ്മൾ മണിച്ചുച്ചരിക്കണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? തെൻവീനിനെ ശേഷമുള്ള മീമിലേക്ക് ചേർത്തോതണം. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. ഇവിടെ പ്രത്യേകം ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. وَلَقَدْ أَضَلَّ مِنكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. വലഖദ് ചുണ്ട് വൃത്താകൃതിയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. അളല്ല തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ വലതു ഭാഗമോ ഇടതു ഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ സ്പർശിക്കുക. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വലഖദ് അളല്ല മിൻകും രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ഉച്ചരിക്കുന്നതിന്റെ അല്പം കൂടി മുന്നിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടിൽ നിന്നുമാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഒന്നുള്ളിലേക്കും കയറി നിൽക്കും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. കസീറൻ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗമാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ നാവിന്റെ അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെക്കുകയും അല്പം ഒന്ന് ബലം കൊടുത്തുകൊണ്ടായിരിക്കും എന്ന് ഉച്ചരിക്കുന്നത്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അഫലം തൊണ്ടയുടെ താഴ്ഭാഗം. മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തകൂനു നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തഅഖിലൂൻ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഒരേ സ്ഥലത്തല്ല, അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ലായും നായും ഉച്ചരിക്കുന്നത്. وَلَقَدْ أَضَلَّ مِنكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വലഖദ് അളല്ല ഇത് കൃത്യമായി ഉച്ചരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും ഈ ഒരു ഉച്ചാരണം അല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. വലഖദ് അളല്ല ഇത് പൂർത്തീകരിച്ച് ഉച്ചരിക്കണം. വലഖദ് അളല്ല എന്നല്ല, വലഖദ് അളല്ല മിൻകും. നൂനിന് ശേഷം കാഫ് വന്നു. ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കും. മിൻകും. ജിബില്ലൻ. ഇവിടെയൊക്കെ ജിബില്ലൻ ബി എന്നുള്ളത് കൃത്യമായി ഈ എന്ന് ഉച്ചരിക്കുക. ജിബില്ലൻ എന്നൊന്നും ആയി പോകരുത്. ജിബില്ലൻ എന്ന് തന്നെ ഉച്ചരിക്കാം. ജിബില്ലൻ കസീറ. അവിടെയും തെൻവീനു ശേഷം കായാണ് വന്നത്. അത് ഇഖ്ഫ ആണ്. ആ തെൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. ജിബില്ലൻ കസീറൻ എന്നല്ല, ജിബില്ലൻ കസീറൻ അഫലം. കസീറൻ അഫലം. തെൻവീനു ശേഷം വന്നു, വ്യക്തമായി ഉച്ചരിക്കണം. ജിബില്ലൻ കസീറൻ അഫലം. അഫലം. ഇവിടെയും അഫലം അഫലം ഇതൊക്കെ തെറ്റാണ്. അഫലം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. പകരം എന്ത് ചെയ്യണം? അഫലം. അഫലം തക്കൂനു. ഇവിടെയും തക്കൂനു എന്ന് പറയരുത്, തെറ്റാണ്.
താഖിലൂൻ എന്ന് പറയരുത്, തെറ്റാണ്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനൂ തഅഖിലൂൻ. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തൂഅദൂൻ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം, ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം, ജഹന്നമു ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. കുന്തും ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തൂഅദൂൻ. ഹാദിഹി ജഹന്നം, ഇവിടെ ജെ എന്ന് ഓതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാദിഹി ജഹന്നമുല്ലതി, ന മണിച്ചുച്ചരിക്കണം. കുന്തും നൂനിന് ശേഷം താ വന്നു, ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തൂഅദൂൻ. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഇവിടെ ഇതിനൊരു പ്രത്യേക ഹർക്കത്ത് ഇടാത്തത്, തൊട്ടു മുമ്പത്തെ ആയത്തിനോട് ചേർത്തുച്ചരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറും. ഇപ്പൊ ഇവിടെ ഇസ്ലൗഹൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. തൊട്ടു മുമ്പത്തെ അവസാനത്തിന്റെ തൊട്ടു മുമ്പത്തെ ആയത്തിന്റെ അവസാനം തു അദൂൻ എന്നാണ്. അത് നമ്മൾ ചേർത്തി ഓതുകയാണെങ്കിൽ തു അദൂന സ്ലൗഹൽ യൗമ, തു അദൂന സ്ലൗഹൽ യൗമ. അതുകൊണ്ടാണ് അത്തരം അലിഫുകൾ തുടക്കത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു പ്രത്യേക ഹർക്കത്ത് ഇടാതെ നമ്മൾ റസ്മുൽ ഉസ്മാനി ഖുർആനിൽ എഴുതപ്പെടുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഉച്ചാരണം പറയാം. ഇസ്ലൗഹ എന്ന് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ ആ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. സ്വ നാവിന്റെ കൂർത്ത അറ്റം, ആ അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. ജ പോലെ മുകളിൽ സ്പർശിക്കില്ല, പക്ഷെ മുകളിലേക്ക് ഉയരും. അതാണ് സ്വ. ഒരിക്കലും സ്വ എന്നുച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് ആവർത്തി പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾ ഉച്ചരിച്ചാൽ സ്വ, സ്, വ രണ്ട് പുതിയ അക്ഷരങ്ങളാണ് ഉച്ചരിക്കുന്നത്. സ്വ എന്നുള്ള യഥാർത്ഥ അക്ഷരമല്ല നിങ്ങൾ ഉച്ചരിക്കുന്നത്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വ ചുണ്ട് വൃത്താകൃതിയിലാണ്. അത് നിങ്ങൾ സ്വ ഉച്ചരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മലയാളത്തിലുള്ള സ്വ എന്ന് ഉച്ചരിക്കുമ്പം യഥാർത്ഥത്തിൽ സ ഉച്ചരിച്ചതിന് ശേഷം ചുണ്ട് വൃത്താകൃതിയിൽ വരും. ചുണ്ട് വൃത്താകൃതിയിൽ വരുന്നത് എപ്പോഴാണ്? വ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോഴാണ്. അപ്പൊ സ്വ എന്ന് നിങ്ങൾ മലയാളത്തിൽ ഉച്ചരിച്ചാൽ അത് സ് വായാണ്. അത് കൂട്ടി ഉച്ചരിച്ചപ്പോൾ സ്വ എന്നായി പോയി എന്ന് മാത്രം. യഥാർത്ഥത്തിലുള്ള സ്വ എന്നുള്ള അറബി ഉച്ചാരണം വരുന്നത് നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യുമ്പോഴാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. യൗമ യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചിട്ടാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ബിമ ബ രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കണം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ബിമ കുന്തും ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തക്ഫുറൂൻ ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ. നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ
സ്പർശിക്കും. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഇവിടെ ഇസ്ലൗഹൽ യൗമ, അത് യോമ എന്നൊന്നും ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വ എന്നുള്ള ഉച്ചാരണവും ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും, നൂനിന് ശേഷം ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമായി മണിച്ച് ഉച്ചരിക്കണം. കുൻതും തക്ഫുറൂൻ, ഇവിടെയും തെക്ഫുറൂൻ എന്ന് ഓതി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് യഥാർത്ഥ രീതിയിൽ തന്നെ ശരിയായി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഇവിടെ അക്ഷരങ്ങളൊന്ന് ആദ്യം നോക്കാം. തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ, നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ, ചുണ്ട് വൃത്താകൃതിയിൽ, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നഖ്തിമു, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ, തൊണ്ടയുടെ മുകൾ ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ, നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മുൻപല്ലിന്റെ പള്ളിയിലേക്ക് ചേർന്ന് നിൽക്കും. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ, അഫ്വാഹിഹിം തൊണ്ടയുടെ താഴ്ഭാഗം, മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെക്കണം. തൊണ്ടയുടെ താഴ്ഭാഗം, തൊണ്ടയുടെ താഴ്ഭാഗം, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വതുകല്ലിമുന, ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തുകല്ലിമുന, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഐദീഹിം, തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വതശ്ഹദു, ചുണ്ട് വൃത്താകൃതിയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ മധ്യഭാഗം കൊഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ കാറ്റ് സഞ്ചരിക്കുന്ന ഒരു രീതിയാണ്. തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. അർജുലുഹും, തൊണ്ടയുടെ താഴ്ഭാഗമാണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ബിമ, രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നമ്മൾ പറഞ്ഞു നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിന്റെ അറ്റം താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ: اليوم نختم على أفواههم وتكلمنا أيديهم.
وتشهد أرجلهم بما كانوا يكسبون. ഇവിടെ അൽ യൗമ എന്ന് തന്നെ പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കുക. യോമ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നഖ്തിമു എന്നായി പോകരുത്. നഖ്തിമു എന്ന് തന്നെ പ്രത്യേകം ഉച്ചരിക്കണം. അല അഫ്വാഹിഹിം, ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നു. വതുകല്ലിമുന ഐദിഹിം, രണ്ട് സ്ഥലത്തും അത്തരത്തിൽ തന്നെയാണ്. അവിടെ അനിവാര്യമായും നീട്ടേണ്ടതില്ലെങ്കിൽ കൂടി നീട്ടി ഉച്ചരിക്കുന്നതാണ് നല്ലത്. അല അഫ്വാഹിഹിം വതുകല്ലിമുന ഐദിഹിം വതഷ്ഹദു. ഇവിടെ വതഷ്ഹദു എന്ന് ഓതാനുള്ള ഒരു സാധ്യതയുണ്ട്, അത് തെറ്റാണ്. വതഷ്ഹദു എന്ന് തന്നെ കൃത്യമായി ഓതാൻ ശ്രദ്ധിക്കുക. അർജുലുഹും ബിമ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു, അത് ഇഖ്ഫ ആണ്. മീമിനെ നമ്മൾ എന്ത് ചെയ്യും? അവ്യക്തമാക്കി ഉച്ചരിക്കും. അർജുലുഹും ബി, അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇവിടെയും യക്സിബൂൻ എന്ന് ഓതാനുള്ള സാധ്യതയുണ്ട്, അത് അത്തരത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. بسم الله الرحمن الرحيم. وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. هذه جهنم التي كنتم توعدون. اصلوها اليوم بما كنتم تكفرون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സുകളിൽ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.